ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് നൗഫിയാണേ. നൗഫിക്ക് നമ്മളൊരു അറബിക് ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ആളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റാണ്. അപ്പം നമ്മൾ അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലാസ് സ്കിൻ മേക്കപ്പായിരുന്നു ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ലെൻസ് ആപ്ലിക്കേറ്ററാണ് കേട്ടോ. ലെൻസ് ആപ്ലിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ലെൻസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ കളർ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. സ്റ്റീൽ ബ്ലൂ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. എന്തായാലും ഒരു ബ്ലൂ കളർ വരുന്ന ഷെയ്ഡാണ്. അപ്പം ദേ ആളുടെ കണ്ണൊരു കുഞ്ഞു കണ്ണാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഈ ഒരു സൈഡിൽ വെച്ചിട്ട് സെറ്റ് ആവണില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തൊരു കണ്ണിൽ വെച്ച് നോക്കുകയാണ്. കാരണം ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്താണ് അവൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. പിന്നെ ആൾ വന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമ്മളിത് എൻ്റെ വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ട് കണ്ണൊന്ന് തുറന്ന് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തത്. നമുക്ക് അത്യാവശ്യം സമയം എടുത്തു കേട്ടോ ഈ ഒരു ലെൻസ് വെക്കാൻ. പക്ഷേ വെച്ച് കഴിഞ്ഞിട്ടിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഈ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് അവരോട് കണ്ണടച്ചിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാൻ പറയും. കാരണം അത് കറക്റ്റ് പ്ലേസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ആ ഒരു ഔട്ട്ഫിറ്റിന് അവൾക്ക് കുറച്ചൊന്ന് ബ്രൈറ്റൺ ആയിട്ട് നിൽക്കുന്ന മേക്കപ്പ് ലുക്കായിരുന്നു വേണ്ടത്. സോ നമ്മൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് എടുത്തറിയുന്ന പോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറ് ഐസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബ്ലാക്ക് ഡ്രസ്സായിരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു അതിലേക്ക് കുറച്ചൊരു ഈ ഒരു കളർ വരുമ്പോൾ. പിന്നെ നമ്മളത് അവൾക്കൊന്ന് കാണിച്ചു കൊടുത്തു ലെൻസ് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ടൈം ലെൻസ് വെക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിലൊരു പേടിയുണ്ട്. പക്ഷേ സിമ്പിളാണ് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ റിമൂവ് ചെയ്യാൻ അതിലും സിമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മൾ ലെൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഐബ്രോ ചെയ്യാണ്. അപ്പം ലെൻസ് വെച്ച് കഴിഞ്ഞ് കുറച്ചൊരു ടൈം അവർക്കൊന്ന് റിലാക്സ് ആവാൻ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാതെ കുറച്ചൊരു ടൈം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോളും. ആദ്യമായിട്ട് വയ്ക്കുമ്പം ചെറിയൊരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഞാനിപ്പം ഓൾറെഡി വീഡിയോ ഇട്ടു. നമ്മൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പം എനിക്കും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എഡിറ്റിങ് കാര്യം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. നമുക്കിനിയിപ്പോൾ ഫെബ്രുവരി വരെയുള്ള ബുക്കിംഗ് ഓൾറെഡി ഫില്ലായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സമയം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടണില്ല. അപ്പോൾ ഷോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേഗം എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പം ഐബ്രോ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. എനിക്ക് ഭയങ്കര ഒരു നാച്ചുറൽ ഫീലാണ് ആ ഒരു പാലറ്റിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പാലറ്റാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് PAC ആണ്. പക്ഷേ അതിലും എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പാലറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പം ഐബ്രോ കഴിഞ്ഞു. ഐബ്രോ ഞാൻ ബ്രൈഡ്സിനോട് നന്നായിട്ട് ത്രെഡ് ചെയ്യാൻ പറയാറുണ്ട്. മീൻസ് നല്ല ഷേപ്പിൽ. അതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ വരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്തെടുത്താലും ആ ഒരു എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൺസീൽ ചെയ്താലും അത് കുറച്ച് വിസിബിൾ ആയിരിക്കും. അതൊരു ബോറാണ്. അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രെഡ് ചെയ്യുക. നല്ല നീറ്റായിട്ട് തന്നെ ത്രെഡ് ചെയ്യുക നല്ല ഷേപ്പിൽ. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ആളുടെ കണ്ണിൻ്റെ മുകളിൽ വന്നിട്ട് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം ഒരു ഡാർക്ക് കളർ കൺസീലർ വെച്ച് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിലാണ് ഒരു ലൈറ്റ് കളർ കൺസീലർ വെച്ച് കൺസീൽ ചെയ്ത് കൊടുക്കണത് കേട്ടോ. ആൻഡ് കൺസീലർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടാർട്ടിൻ്റെ കൺസീലറാണ്. പിന്നെ എന്തായിരുന്നു ആദ്യം നമ്മൾ ഡാർക്ക് കളർ ഇട്ട് കൺസീൽ ചെയ്ത് കൊടുത്തല്ലോ, അതെനിക്ക് തോന്നുന്നു PACൻ്റെ എന്തോ ആണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടാർട്ടിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹുദേൻ്റെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഏകദേശം ഒക്കെ ഐ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലൂയിസിൻ്റെ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ച് പേര് മെസ്സേജ് ആയിരുന്നു ലൂയിസിൻ്റെ പാലറ്റ് എവിടെ നിന്നാണ്. ഈ ഒരു ഏരിയയിൽ എനിക്കത് അറിയാവുന്നത് അനീസ് അൻസാരിയുടെ അടുത്ത് മാത്രമാണ്. ഞാൻ വേറെ എങ്ങും അത് കണ്ടിട്ടില്ല ആക്ച്വലി. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയതും അനീസ് അൻസാരിയുടെ അടുത്തു നിന്നാണ്. ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നതും അവിടെ നിന്ന് തന്നെയാണ്. സോ അവിടെ ഇപ്പം ഇത് അവൈലബിൾ ആണ്. അവരിപ്പോൾ സ്റ്റോറീസ് ഇടാറുണ്ട് ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 32 ഷെയ്ഡ്സോ അങ്ങനെ അത് അതിൽ കൂടുതലുണ്ട്. അത്ര എന്തോ ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ കേട്ടോ. അങ്ങനെ അപ്പം 32 അല്ല കേട്ടോ. 1, 2, 3, 4, 40 എബോവ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മിനിമം 40 എന്തോ ഉണ്ട്. അത്തരം ഷെയ്ഡ്സ് ഉണ്ട്. നല്ല വർത്തി ആയിട്ടുള്ള നല്ല നല്ല ഷെയ്ഡ്സുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു
പിങ്ക് ആ ഒരു കളറിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കളറിലാണ് കേട്ടോ ഐസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ബ്രഷ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് ഡാർക്കൺ ചെയ്താണ് വരുന്നത്. അപ്പം അന്നേരം ആ ഒരു ഭയങ്കരമായിട്ട് അതൊന്ന് സ്മഡ്ജ് ആവാണ്ട്, മീൻസ് എന്താ പറയുക, ആകെ പ്രശ്നമായി. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ല ആക്ച്വലി ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം ലൈറ്റർ ഷെയ്ഡുകൾ യൂസ് ചെയ്ത് ഉള്ളിലേക്ക് വരും തോറും ഡാർക്കർ ഷെയ്ഡ്സ്, അതാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ബ്രഷുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ വൈഡായിട്ട് സ്പ്രെഡ് ആവാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്രഷുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച നമ്മുടെ ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷിനകത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് കുറേ ബ്രഷുകളുണ്ട് കേട്ടോ. അപ്പം അതും പിന്നെ PSCൻ്റെ ബ്രഷ്, പിന്നെ യൂറോ പാരസിൻ്റെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാഷ് വെച്ച് കൊടുക്കുക. ലാഷ് ഞാൻ 54 ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഞാൻ 54 ആണ് കേട്ടോ ലാഷ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു 54 മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്ന്. എനിക്ക് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫീലും കുറച്ചും കൂടെ ഒരു കണ്ണിനൊരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് 54 യൂസ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ 54 തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഒരു 50 പീസസ് എടുത്തു വെച്ചേക്കുന്നതുണ്ട്, അതും 54 തന്നെയാണ് എനിക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ചില ബ്രൈഡ്സ് പറയും നല്ല ഹെവി ആയിട്ടുള്ള ഐലാഷ് വേണമെന്ന്. അങ്ങനെയുള്ളവർക്ക് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ലാഷപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ, സോറി കേട്ടോ, ലാഷപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ലാഷ് ഉണ്ട്, അത് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ലാഷ് വെച്ച് കൊടുത്തു. ലാഷിൻ്റെ ഗ്ലൂ PSCൻ്റെ ഗ്ലൂ ആണ്. പിന്നെ നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീൽ അല്ല, അതിന് മുന്നേ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എംബ്രയോളിസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ പ്രൈമർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഹുദേൻ്റെ പ്രൈമറാണ്. ഹുദേൻ്റെ പ്രൈമർ ഇട്ടു. പിന്നെ നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടാർട്ടിൻ്റെ കൺസീലർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യത്തിലേറെ ഇതുണ്ട്, എന്താ ഡാർക്ക് കളർ, മീൻസ് അൺഈവൻ സ്കിൻ ടോണാണ്. അത്യാവശ്യത്തിൽ കൂടുതൽ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും പിഗ്മെൻറ്റേഷനും ആൾക്കുണ്ട്. സോ നമ്മൾ നന്നായിട്ടത് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒന്ന് ബ്രൈറ്റപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഷെയ്ഡ് ബ്രൈറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടത് കൺസീൽ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താവും, ഗ്രേ ആയി പോകും. സോ നമ്മൾ അത് നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ചുണ്ടിൻ്റെ താഴത്തെ ആ ഒരു ഏരിയയിൽ നല്ല ഡാർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ മാത്രം ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തു. ബാക്കി PSCൻ്റെ കൺസീലറും പിന്നെ നമ്മുടെ ടാർട്ടിൻ്റെ കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അപ്പം ഞാൻ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് കാണിച്ചു കൊടുക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ലൈറ്റ് ഇട്ടിട്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ഷെയ്ഡ് പൊടിക്ക് ബ്രൈറ്റനായിട്ട് നിൽക്കുന്ന പോലെയുള്ള ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം ഹിജാബ് കെട്ടുമ്പോഴേക്കും നമുക്ക് നെക്കൊക്കെ ഓൾറെഡി കവേർഡ് ആവും. സോ നമ്മൾ നെക്കിലൊന്നും ചെയ്ത് കൊടുക്കണില്ല, ഫേസിൽ മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ, നെക്ക് ഓൾറെഡി കവേർഡ് ആവുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹുദേൻ്റെ ഫൗണ്ടേഷനും അതുപോലെ ഹുദേൻ്റെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നാസിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഫൗണ്ടേഷൻ്റെ ബ്രഷ് നമ്മളെ ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷാണ്, അത് നല്ല ഈവനായിട്ട് ബ്ലെൻഡ് ആവും. പിന്നെ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ടാർട്ടിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ണിൻ്റെ താഴെ ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടും കൺസീലർ യൂസ് ചെയ്തത്. പിന്നെ ഹുദേൻ്റെ പൗഡർ വെച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ്. ഓക്കെ, അപ്പോൾ സ്മൈൽ ലൈൻ സംഭവങ്ങളൊക്കെ നമുക്കതിനെ ഹൈഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ. അത് നമുക്ക് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ്റെ അവിടെ കേക്ക് ആയിട്ട് വരില്ല എന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ സ്പഞ്ച് കൊടുത്തിട്ട് ബ്രൈഡ്സിനോട് പറയും അവിടെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം ആ സ്മൈൽ ലൈൻ എന്ന് പറയുന്ന സാധനം എന്താണെങ്കിലും വരും, അതവിടെ ആ ഒരു ഇതായിട്ടുള്ളതാണ്, നമുക്ക് അതിനെ ഒന്ന് ഹൈഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് നീറ്റായിട്ടിരിക്കും എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ബ്ലഷ് യൂസ് ചെയ്തത് ബ്ലഷ് ഇടുന്ന ഏരിയ മാത്രം ഞാൻ ആദ്യം പൗഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പൗഡർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണം നമ്മൾ ബ്ലഷ് ഇടാൻ. ക്രീം ബ്ലഷ് ആണെങ്കിൽ, പൗഡർ ബ്ലഷ് ആണെങ്കിൽ നമുക്ക് പൗഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി. ക്രീം ബ്ലഷ് ആണെങ്കിൽ നമ്മൾ പൗഡർ സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ഒരു ഏരിയയിൽ പൗഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ക്രീം ബ്ലഷ് ഇട്ട് കൊടുത്തത് കേട്ടോ. ക്രീം ബ്ലഷ് നമ്മുടെ PSCൻ്റെ ക്രീം ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ പിന്നെന്താ ചെയ്തത്? പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ണിൻ്റെ നമ്മൾ നമ്മുടെ ഇൻഗ്ലോട്ടിൻ്റെ ഐ ജെൽ യൂസ് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് കണ്ണുള്ളവർക്ക് നമ്മൾ ഈ ഐ ജെല്ലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് മേളിൽ തട്ടുന്ന പരിപാടിയുണ്ട്. അതായത് അവിടെ ആ ഒരു ബ്ലാക്ക് മാർക്ക് വന്നിട്ട് പിന്നെ നമുക്കത് ഭയങ്കര 8ൻ്റെ പണി കിട്ടും. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ മാർക്ക് മറ്റേ നമ്മുടെ പെൻ ടൈപ്പിൽ വരുന്ന ഐലൈനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ലിപ്പ് നമ്മൾ ആദ്യം ഒരു എന്തായിരുന്നു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലാണ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ടേക്കുന്നത് സെഫോറയുടെ ഷെയ്ഡ് 86ഉം പിന്നെ നമ്മുടെ മെബലൈൻ്റെ ലവർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡുണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പി എസിൻ്റെ ഹൈലൈറ്ററാണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള നമ്മുടെ പി എസിൻ്റെ ഹൈലൈറ്റർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പി എസിൻ്റെ തന്നെ സെറ്റിംഗ് സ്പ്രേ അടിച്ച് സെറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫേസ് മേക്കപ്പ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹിജാബ് റോൾ ചെയ്യുകയാണ്. ഹിജാബ് നമ്മൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് ആക്കി എക്സ്ട്രാസ് ആയിട്ട് വന്നിട്ടുള്ള ക്ലോത്തിനെ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ബാക്കി റൗണ്ട് ചെയ്തെടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഓവറായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മെറ്റീരിയൽ ഉള്ളിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആക്ച്വലി ഞാൻ ഇട്ടിട്ടുണ്ട്. ഹിജാബ് റോളിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പം ഇതായിരുന്നു നമ്മുടെ ലുക്ക്. നമ്മൾ ആ ഡ്രസ്സിൽ നിന്ന് തന്നെ കുറച്ച് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഹിജാബിലൊന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കുഞ്ഞ് ക്രൗണ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ബാക്കിൽ വെയിൽ പോലെ ആ നെറ്റും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ മാലയിട്ടു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ഗുച്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഗുച്ചി ഇടാതെയുള്ള ആ ഒരു ഗ്ലോയാണ് നമ്മുടെ പി എസിൻ്റെ ഹൈലൈറ്ററിൻ്റെ ആ ഒരു ഗ്ലോയാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇതായിരുന്നു ഔട്ട്ഫിറ്റും ആൾ വന്നിട്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗുച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ സ്കിന്ന് വന്നിട്ട് ഒരു ഇച്ചിരി വിഷമുള്ള സ്കിന്നായിരുന്നു. കുറച്ച് പിമ്പിൾസ് ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പറയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മേക്കപ്പ് ആയിരുന്നു, നല്ല നല്ല സർവീസ് ആയിരുന്നു, നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് റിവ്യൂ ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മൾ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ആക്ച്വലി. അപ്പം അതൊക്കെയാണ് അവൾ പറയുന്നത്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ റിസപ്ഷനും വെഡ്ഡിങ്ങും നമ്മളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ റൂം എടുത്തേക്കായിരുന്നു കേട്ടോ, നമ്മുടെ നോക്കിയൻ ആട്രിയത്തിൽ. അത് കഴിഞ്ഞ് അവൾ ഫോട്ടോഷൂട്ടിനായപ്പോൾ നമ്മൾ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയുടെ ആളുടെ എൻഗേജ്മെൻ്റ് അല്ലോ, വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ്റെ ഒക്കെ ലുക്കായിട്ട് നമ്മൾ പുറകെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.